അതെ, നാം ഉറച്ചു വിശ്വസിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അഖീദ, ഇന്ത്യ രാജ്യത്തെ ഭരിക്കാൻ നരേന്ദ്രമോദിയെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. ഇന്ത്യ രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രിയാക്കി അമിത്ഷാനെ ഏൽപ്പിച്ചത് അല്ലാഹുവാണ്. അതുകൊണ്ട് തന്നെ ഭരിക്കുന്നവരോടല്ല നാം പരാതി, ഭരിക്കാൻ ഏൽപ്പിച്ചവരോടാണ് നമുക്ക് പരാതി. ഭരിക്കുന്നവരോടല്ല നമുക്ക് പരാതി, ഭരിക്കാൻ ഏൽപ്പിച്ചവരോടാണ് നമുക്ക് പരാതി. അല്ലാഹുവാണ് ഭരിക്കാൻ ഏൽപ്പിച്ചത്. ഇല്ലെങ്കിൽ അല്ലാഹ്ക്ക് ഇതിൽ ബന്ധമില്ല നിങ്ങൾ പറയാൻ തയ്യാറാകണം. അല്ലാഹുവായിട്ട് ഇതിനെ ബന്ധിപ്പിക്കേണ്ടത് പറയാൻ തയ്യാറാകണം. കബറും മുങ്കറിന്റെ കീറുമായിട്ട് മാത്രം അല്ലാഹനെ ബന്ധിപ്പിച്ചാൽ മതി എന്ന് പറയാൻ തയ്യാറാകണം. ഇത് പരസ്യമായി തയ്യാറാകണം, സ്വകാര്യമാക്കേണ്ട വിഷയമല്ല. എങ്കിൽ അല്ലാഹുവിനോട് നാം പറയണം. എന്താ പറയേണ്ടത്? റബ്ബനാ ലാ തുആഖിദ്നാ ബിസൂഇ അഫ്ആലിനാ, ഞങ്ങളുടെ കെടുപ്രവൃത്തികൾ, ഞങ്ങളുടെ ജോലിയിൽ മോശത്തരങ്ങൾ വെച്ച് ഞങ്ങളെ നീ പിടിച്ചേക്കല്ലേ അല്ലാഹുവേ. വലാ തുഹ്ലിക്കിനാ ബിഖത്തായാനാ, ഞങ്ങളുടെ പാപം കാരണമായി ഞങ്ങളെ നീ നശിപ്പിക്കല്ലേ അല്ലാഹ്. വലാ തുസല്ലിത്തു അലൈനാ മൻ ലാ യർഹമുനാ, ഞങ്ങളോട് കരുണ കാണിക്കാത്ത, ഞങ്ങളോട് കൃപ കാണിക്കാത്ത, ഞങ്ങളോട് ക്രൂരത കാണിക്കുന്ന, ഞങ്ങളോട് അരിശവും വെറുപ്പും വെച്ച് പുലർത്തുന്ന, ഞങ്ങളോട് പക തീർക്കുന്ന അധികാരികളുടെ കയ്യിൽ നീ ഞങ്ങളെ ഏൽപ്പിക്കല്ലേ അല്ലാഹുവേ. അത് മാറ്റി ഞങ്ങളോട് കൃപയുണ്ടാക്കുന്ന ഒരു കൂട്ടരുടെ കയ്യിൽ നീ ഏൽപ്പിക്കല്ലാഹുവേ എന്ന് പറയാൻ ഈ ലോകത്തെ 350 കോടി മുസൽമാൻ, അല്ലെങ്കിൽ ഇന്ത്യയിലെ 30 കോടി മുസൽമാൻ ക്വാളിഫൈഡ് ആയിരിക്കണം. അതാണ് ആദ്യത്തെ വിഷയം. ഉടമസ്ഥനെ ഇടപെടിപ്പിക്കാൻ മുസ്ലിം ഉമ്മത്ത് ക്വാളിഫൈഡ് ആവണം. വല്ലാഹി ആ ക്വാളിഫിക്കേഷൻ പൂർത്തിയാകുന്ന വരെ നിങ്ങൾ എന്ത് കുരച്ചാലും പ്രശ്നം പരിഹരിക്കുമെന്ന് നിങ്ങൾ ആരും വിചാരിക്കണ്ട. അത് വെറും കുര മാത്രമായിട്ട് കാണും. ക്വാളിഫൈഡ് അല്ലാത്ത മുസ്ലിം ഉമ്മത്തിന്റെ വാചകം ആകാശത്തിന്റെ അപ്പുറത്ത് എത്തുകയില്ല. അള്ളാഹുവിന്റെ ദർബാറിൽ നമ്മുടെ പരാതികൾ എത്തണം. അതിനാദ്യം പരാതി പറയുന്ന നാം ക്വാളിഫൈഡ് ആയിരിക്കണം. ഓരോരുത്തരും അവരുടെ ഭാര്യാമക്കളെ വിളിച്ചിരുത്തിയിട്ട് ചർച്ച ചെയ്യണം, നമ്മുടെ ക്വാളിഫൈഡ് ആണോ. ഓരോ ആലിമും അവരെ മഹല്ലത്തിലെ മിമ്പറിൽ നിന്ന് ചോദിക്കണം, നാം ക്വാളിഫൈഡ് ആണോ. ഓരോ ഖാദിയും അവരെ ഭരണപ്രദേശത്ത് ചോദിക്കണം, നാം ക്വാളിഫൈഡ് ആണോ. അതെ, പ്രശ്നപരിഹാരത്തിന്റെ ഭരണകൂടത്തെ ഇടപെടിപ്പിക്കണമെങ്കിൽ ഭരിക്കാൻ ഏൽപ്പിച്ചവനോട് പരാതി പറയണം. പരാതി ദർബാറിലെത്തണമെങ്കിൽ പരാതി പറയുന്നവൻ ക്വാളിഫൈഡ് ആയിരിക്കണം. ആ ക്വാളിഫിക്കേഷനെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്യുന്നത്. എന്നിട്ട് മതി പ്രശ്നത്തെ പറ്റിയും പ്രശ്ന പരിഹാരത്തെ പറ്റിയുമുള്ള ചർച്ച. ഇതാണ് ഗൗരവമുള്ള വിഷയം. 313 മുർസലീങ്ങൾ ലോകത്തോട് പറഞ്ഞ വിഷയം, 1,24,000 നബിമാർ ലോകത്തോട് പറഞ്ഞ വിഷയം. അല്ല കൂട്ടരെ, ചുരുക്കി